എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എങ്ങനെയെങ്കിലും ബീരാനെ ഇവിടെ നിന്ന് ഓടിക്കണം വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ തന്റെ ചീട്ട് കീടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും അതിന് വേണ്ടിയിട്ട് ശ്രുതി ഒരു നമ്പർ ഇടുവാണ്. അങ്ങനെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഈ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതും ശ്രുതി കരയുന്ന പോലെയായി. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാരും ചുറ്റും കൂടെ നിപ്പുണ്ട്. ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും. അത് പിന്നെ ആന്റിക്ക് സുഖമില്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ വീരാൻ ചോദിച്ചു, ആന്റിക്ക് സുഖമില്ലേ? ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലോ, ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയാം. അതല്ല, അത് ഇളയച്ചന്റെ ഭാര്യയുടെ കാര്യോ പറഞ്ഞെന്ന് പറയണ. എന്റെ ഭാര്യയോ? ഒരു നിമിഷം അയാൾ ഞെട്ടി. എനിക്ക് ഭാര്യയോ എന്നൊരു രീതിയിലായിരുന്നു അയാളുടെ നിപ്പും മട്ടുമൊക്കെ. ഈ സമയം മഹേഷും സച്ചി അത് പ്രത്യേകം നോട്ട് ചെയ്തു. കാരണം അയാളുടെ ആ ഒരു അഭിനയമൊക്കെ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, അത് ഇളയച്ചന് മനസ്സിലായില്ലേ? ആന്റിക്ക് വയ്യാന്ന്. ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്ത് പറ്റി? ആന്റി പനി കൂടുതലാന്ന്, പനി കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുവാന്ന് പറഞ്ഞു. യേശു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ എന്ന് ചന്ദ്രമതി ചോദിക്കുക. അതുകൊണ്ട് ഇളയച്ചനെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്ന് പറയാ. ഇത് കേട്ടതും ബീരാൻ പറഞ്ഞു, ഞാൻ പോകാനോ? എന്താ മോളെ പറയണേ? ഇവിടെ എനിക്കായിട്ട് ഇതേ മോളുടെ അമ്മായിമ്മ ഇവിടെ എല്ലാരും കൂടെ എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന അറിയാവോ? ആടിന്റെ കറിയുണ്ട്, അതോടൊപ്പം തന്നെ കോഴിക്കറിയും എല്ലാ കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് ഇവർ ഇത്രമാത്രം സൽക്കാരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഇവരെയൊക്കെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, ഇളയച്ച എന്തായി പറയണേ? അവിടെ ആന്റി തന്നെയുള്ളെന്നുള്ള കാര്യം അറിയാലോ. ആന്റിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടെന്ന് ചോദിക്കുക. അതുകൊണ്ട് ആന്റി എന്നെ വിളിച്ചതെന്ന് പറയാണ്. അത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 ദിവസത്തോടെ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിക്കാന്ന് ഓർത്തിരുന്ന ബീരാന് ആ സമയത്താണ് ഇവിടെ ഈ കുണിഷ്ട ബുദ്ധിയും കൂടെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ മോളെ, അതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? 2 ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഒന്ന് നോക്കാൻ ഏർപ്പാടാക്കി പോരെന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, അത് മതി, 2 ദിവസത്തോടെ ഇവിടെ നിന്നിട്ട് പോയാൽ മതി. കാരണം ഇങ്ങനെ നിന്നാൽ മാത്രമേ സച്ചിക്ക് മനസ്സിലായുള്ളൂ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് സച്ചി അങ്ങനെ പറയണത്. ഇത് കേട്ടപ്പോ ശ്രുതിക്ക് കാര്യം മനസ്സിലായി. ശ്രുതി ഓർത്തു അങ്ങനെ എന്താണെങ്കിലും എന്റെ കള്ളത്തരം പൊളിക്കാൻ നീ ശ്രമിക്കണ്ട സച്ചി. ഒരു കാരണവശാലും നിനക്ക് പിടിതരാൻ ഞാൻ പോകുന്നില്ലെന്ന് ശ്രുതി മനസ്സിൽ പറയാണ്. പിന്നീട് ബീരാനോട് പറഞ്ഞു, അതെ ഇളയച്ചൻ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോണമെന്ന് പറയണം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ഈ സമയത്ത് ബീരാന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങേരാണെങ്കിൽ പോകുന്ന ലക്ഷണം കാണുന്നില്ല. പെട്ടെന്ന് ശ്രുതി കാലിലേക്ക് അവിടെ കയറി ഒരു ചവിട്ട് കൊടുക്കണം. ആന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ അവിടെ കിടന്ന് കരയുവാണ്. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, എന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്കിളിന് ഇളയച്ചന് സങ്കടം വന്നിട്ട് ഇളയച്ചന് കരയുന്നാന്ന് പറയാം. ഓ, കാരണം ഭാര്യയ്ക്ക് അസുഖമെന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിന് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അത് കേട്ട ബീരാൻ പറഞ്ഞു, അത് ശരിയാ, അതന്നെയാ ശരി, എന്നാ ഞാൻ പോയേക്കാന്ന് പറയാണ്. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സച്ചിയോട് മഹേഷ് പറഞ്ഞു, എടാ ഇങ്ങ് നോക്കിയേ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ശ്രുതി. എന്താണെങ്കിലും എന്തോ കള്ളത്തരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് കരുതിയിട്ട് അവള് മിക്കവാറും അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നെന്ന് തോന്നിയെന്ന് പറയണം. ഈ സമയം അയാൾ ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം ബാഗൊക്കെ എടുത്തോണ്ട് ശ്രുതി പുറയാൻ വന്നു. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അല്ല ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്ര പെട്ടെന്ന്? അത് പിന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം. ഇളയച്ചന് എത്രയും പെട്ടെന്ന് പോയാൽ മതി. അവിടെ ആന്റിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ആന്റിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ആരും കൂടെയും കൂടെ ഇല്ലെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, എന്നാലും ഒരു 2 ദിവസം കൂടെ. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്രയെ പറയണേ? നിനക്ക് എന്നെ ഒരു ബോധമില്ലേ? ഒരു വയ്യായക വന്ന ഒരു മനുഷ്യൻ അവശയായി കിടന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് പോയി ശുശ്രൂഷിക്കുകയല്ലേ വേണ്ടേ, അല്ലാതെ ഇവിടെ അടിച്ചു പൊളിക്കുവാണോ വേണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതേ അച്ഛാ, അതാ ഞാൻ ഇളയച്ചനോടും പറഞ്ഞു. ഇളയച്ചൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ഇതേ ആന്റിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയച്ചന് ഭയങ്കര വിഷമാവെന്ന് പറയാം. ഇവര് തമ്മിൽ അത്ര സ്നേഹത്തിലാന്നൊക്കെ പറയണം. ബീരാൻ പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാന്ന് പറയണം. അങ്ങനെ എല്ലാവരും പോയി യാത്ര പറയണം. യാത്ര പറഞ്ഞിട്ട് ചന്ദ്രമതി എടുത്തു തന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് കൈപ്പുണ്യം അറിയാനായിട്ട് പറ്റിയില്ല, ഇന്നലെ കുറച്ച് കറികളും കാര്യങ്ങളെല്ലാം കൂട്ടിയോളൂ. ഇനിയിപ്പം ആട്ടുംകറിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറയണം. ഈ സമയം ശ്രുതി ഇളയച്ചാന്ന് വിളിക്കുകയാണ്. കാരണം അതൊരു താക്കീതായിരുന്നു, എന്തായി പറയുന്നതെന്നുള്ള രീതിയിൽ. കറിയുടെയും ചോറിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. അന്നെങ്കിൽ ഭാര്യയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇങ്ങനെയല്ല, ഇത്രയും കൂടെ സെന്റി ആയിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ശ്രുതിയെ വിളിച്ചതിന്റെ അർത്ഥം. പെട്ടെന്ന് തന്നെ ബീരാൻ പറഞ്ഞു, എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം, ഇനി ഇടയ്ക്ക് ഞാൻ വരാം എന്നൊക്കെ പറയണം. അങ്ങനെ യാത്ര പറഞ്ഞങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ശ്രുതിക്ക് ശരിക്കും പറഞ്ഞ ശാസ്ത്രം നേരെ വീണത്. ശ്രുതി ആ ഒപ്പം ബാഗുമായിട്ട് പോയി, കാറെ കയറ്റി ബാഗ് വെക്കാനായിട്ട്. അപ്പോഴേക്കും സച്ചി
മഹേഷിനെ നോക്കിയിട്ട് നോക്കടാ നോക്കടാ, അവളുടെ മുഖത്തെ ആശ്വാസം കണ്ടില്ലേ. അയാൾ പോയി കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായെന്ന് തോന്നേ. എന്തോ തലേന്ന് വലിയൊരു ഭാരം ഇറങ്ങിയതുപോലെ ആ മുഖത്ത് അത് പ്രകടമാവുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട മഹേഷ് പറഞ്ഞു അത് ശരിയാന്ന് പറയണം. അങ്ങനെ എല്ലാരും അങ്ങോട്ട് പോവാണ്. പിന്നീട് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ഒരു ബോറടി തുടങ്ങി വർഷയ്ക്ക്. വർഷ വന്നിട്ട് കലാവതി മുത്തശ്ശിയോട് പറഞ്ഞു, അതെ ഞങ്ങൾ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുമെന്ന് പറയണ. അത് നമ്മൾ ഇത്ര പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? ഇവിടെ എന്നിട്ട് ആകെപ്പാടെ ബോറടി അച്ഛമ്മേന്ന് പറയണ. ബോറടിയോ? ബോറടി മാറ്റാനുള്ള പണിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയണ. ബോറടി മാറ്റാൻ എന്ത് പണി? അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചിയുടെ ഫ്രണ്ട്സൊക്കെ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ്. എടാ സച്ചി, നിന്നെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയണ. ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാ, പുറത്തിറങ്ങാനുള്ള സമയം കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതോളെന്ന് പറയണം. അപ്പോഴേക്കും കലാവതി മുത്തശ്ശി ചോദിച്ചു, സംഗതികളെല്ലാം സെറ്റപ്പ് ചെയ്തെന്ന് ചോദിക്കാം. എല്ലാം ശരിയാക്കി കലാവതി ചേച്ചി, ഇനി ഇപ്പൊ ഇവരെല്ലാരും വന്നാൽ മതി എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാ. ഈ സമയം സച്ചി ചോദിച്ചു, അല്ല എന്താ അച്ഛമ്മ ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? അച്ഛമ്മ എന്തോ കാര്യമായിട്ട് കരുതിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അതെ, ഇവിടെ വർഷയ്ക്ക് ബോറടിക്കാന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് എല്ലാവരും ബോറടിച്ചിരിക്കുമല്ലേ, എന്തേലും ചെറിയ കളികളൊക്കെ ആവല്ലോ എന്ന് വിചാരിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മത്സരം തന്നെ അങ്ങ് നടത്താന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, മത്സരമാണോ? അന്നാ ഒരു കാര്യം ചെയ്യാം, അന്നാ വരെ ഓട്ട മത്സരം നടത്താം. ഓട്ട മത്സരത്തിനാണെങ്കിൽ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ച 2 അവന്മാരുണ്ട്. 2 പേരും ഓടിപ്പോയാ കല്യാണം കഴിച്ചേ. അവരെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മത്സരത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പ്രൈസ് ഇടുമെന്ന് പറയണം. സുധിയുടെ ശ്രീകാന്തിന്റെ മുഖം അങ്ങോട്ട് മാറി, നാണക്കേട് കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഈ സമയം കലാവതി മുത്തശ്ശി ഒന്ന് മിണ്ടായിരിക്കടാന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ. ഇതപ്പോ സച്ചി പറഞ്ഞു, പിന്നെ ഇപ്പൊ വീട്ടിലേക്ക് എന്നിട്ട് എന്തായിരിക്കണെന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, ഇതേ ചന്ദ്രെ, കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്ന, ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 ദിവസം ഇവിടെ വന്നിട്ട് പോയെന്നോർത്ത് എന്താ കുഴപ്പം? നിനക്ക് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് വല്ല ജോലി ഉണ്ടോ എന്ന് ചോദിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. പിന്നെ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. ആ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന കുറച്ച് സമയം, ആ സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം. ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ പരിസരമൊക്കെ കണ്ടും കേട്ടും പോകണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോ നിമിഷം നമുക്ക് സന്തോഷപ്രദമായിട്ട് മാറ്റണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മത്സരമൊക്കെ സംഘടിപ്പിച്ചതെന്ന് പറയണം. പെട്ടെന്ന് വർഷം വെച്ചു, എന്ത് മത്സരം അച്ഛമ്മേന്ന് ചോദിക്കുക. അതൊക്കെ കളിക്കളത്ത് ചെന്നിട്ട് പറയാന്ന് പറയണം. നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ ഒരു പുൽമൈതാനം ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. അല്ല അവിടെ എന്ത് കളിയാ? അവിടെ ചെന്നിട്ടൊരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഈ സമയത്ത് ശ്രുതി ചോദിച്ചു, അല്ല അച്ഛമ്മ കളിയൊക്കെ ഉണ്ടെങ്കിൽ ആരാ? 2 പേര് കൂടിയാണോ ഒരാൾ തന്നെയാണോ ഓരോരുത്തർ തന്നെയാണെന്ന് ചോദിക്കും, അതോ ടീമായിട്ടാണെന്ന് ചോദിക്കും. ടീമായിട്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ വർഷ ശ്രീകാന്തിനെ നോക്കുകയാണ്. പിന്നീട് അവരകത്തേക്ക് റെഡിയാവാനായിട്ട് അങ്ങോട്ട് കയറി പോവാം. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനോട് വർഷ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഗെയിമിൽ നമ്മൾ മത്സരിച്ച് ജയിക്കണം. അച്ഛമ്മ എന്തോ സമ്മാനമൊക്കെ തരുമെന്നല്ലേ പറഞ്ഞേ, ഈ ഗെയിമിൽ നമ്മൾ ജയിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ജയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചേട്ടൻ ഇവിടെ കളിച്ചു വളർന്ന ആളാ, സച്ചേട്ടൻ എല്ലാ തരത്തിലുള്ള കളികളും അറിയാന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തേ, അതെ തോറ്റു പോയിട്ടാണ് നാണക്കേടാ. ഈ പറയുന്ന രേവതി ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആ സച്ചി എന്ന് പറയുന്നവൻ ജയിക്കില്ലെന്ന് പറയണം. ഇത് കലാവതി മുത്തശ്ശി കേട്ടു. ഈ സമയം ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട്, ശ്രുതി ഈ ഗെയിമിൽ നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാന്ന് പറയണം. ആ രേവതി സച്ചി ഒരു കാരണവശാലും ജയിച്ചു കൂടെന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാവരുടെ മനസ്സിലൊരിപ്പ് ഇതാ. പിന്നീട് രവീന്ദ്രന്റെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലുവാണ്. ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു, അതെ ഈ കളിക്ക് എന്തോ സമ്മാനമൊക്കെ കൊടുക്കുന്നല്ല നിങ്ങളുടെ അമ്മ പറഞ്ഞു നിൽക്കും. അതിനെന്താ? എനിക്കാണെങ്കിൽ ഈ കളിയോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, ഈ കളിയിൽ എന്താണെങ്കിലും ശ്രുതിയും വർഷയൊക്കെ ജയിക്കോളെന്ന് പറയാം. അത് നീ അങ്ങ് തീരുമാനിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, രേവതി സച്ചിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവര് ജയിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, സച്ചി ഇവിടെ കളിച്ചു വളർന്ന, അവൻ ഈ കളികളെല്ലാം നന്നായിട്ടറിയാം, അവൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യുക, സുധീരൻ വർഷയുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ഈ കളി നിങ്ങൾ ജയിക്കണമെന്ന് പറയണം. ഒരു കാരണവശാലും ആ സച്ചിക്കും രേവതിക്കും വിട്ടുകൊടുത്തേക്കല്ല, അറിയാലോ. ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ലാന്ന് പറയാം. ശരി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് ടീം തിരിക്കാനുള്ള സമയമായി. അപ്പോഴേക്കും കലാവതി മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് വർഷ വെച്ചു, വർഷ പറഞ്ഞു, ഞാനും ശ്രീകാന്ത് ഒരു ടീമാന്ന് പറയണം. അതെങ്ങനെ ശരിയാവും വർഷേ? നീ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമല്ലോ, ഞാൻ ടീമിനെ തിരിക്കാന്ന് പറയണ. അതെങ്ങനെ മുത്തശ്ശിയാണ് തിരിക്കണമെന്ന് വെക്കുക, അത് ഞാൻ തന്നെ തിരിക്കണേന്ന് പറയണ. പിന്നീട് ശ്രീകാന്തിനെ സുധീനെ സച്ചിനെ എല്ലാം കൂടെ ഒരു ടീമാക്കി. ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ചന്ദ്രമതിനെ നിയമിക്കുവാണ്. ചന്ദ്രമതി പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ ഈ ക്യാപ്റ്റൻ ഒന്നും ആവുന്നില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രേ, നിങ്ങളൊരു ടീമാണെന്ന് പറയണം.
പിന്നീട് പെണ്ണുങ്ങൾ 3 പേരും ഒരു ടീം, ആണുങ്ങൾ 3 പേരും ഒരു ടീം. അങ്ങനെ മതി. പെണ്ണുങ്ങളുടെ ക്യാപ്റ്റനായിട്ട് രവീന്ദ്രനും ആണുങ്ങളുടെ ക്യാപ്റ്റനായിട്ട് ചന്ദ്രമതി. ആ സമയം വർഷ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛമ്മേന്ന് ചോദിക്കാം. വേണമെന്ന് പറയാണ്. പിന്നീട് അവർ ഗ്രൗണ്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഉറിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലായി. പക്ഷേങ്കിൽ വർഷയ്ക്കൊന്നും മനസ്സിലായില്ല. വർഷ ചോദിച്ചു, എന്താ അച്ഛമ്മേ ഇതെന്ത് കളിയാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഉണ്ടല്ലോ, ഇത് ഉറിയടി മത്സരം എന്ന് പറയാണ്. ഉറിയടി മത്സരമോ? ഈ സമയം ശ്രുതി പറഞ്ഞു, അത് പിന്നെ ആ കെട്ടി തൂക്കിയിട്ടേന്ന് ഉറിയുണ്ടല്ലോ, അത് കമ്പും കൊണ്ട് അടിച്ചു പൊട്ടിക്കണം എന്ന് പറയാം. ഓ അതാണോ? ഇതൊക്കെ എന്ത് നിസാരം എന്നുള്ള രീതിയിൽ പക്ഷെ പറയാണ്. അത്ര നിസാര കാര്യമാണോ? ഇതാണ് വലിയ കളിയാന്നൊക്കെ പറഞ്ഞത്. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ നീ കണ്ടു പഠിച്ചാൽ മതി എന്ന് പറയാണ്. നമുക്ക് നോക്കാം, കണ്ണ് കെട്ടിയിട്ട് വേണം തല പഠിച്ച് പൊട്ടിക്കാനെന്നൊക്കെ പറയാണ്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം വന്നത് ശ്രുതിയാണ്. ശ്രുതി വന്ന് വട്ടം കറങ്ങി അടിക്കാൻ നോക്കി. ഒരു രക്ഷയില്ല. കുറെ അടിച്ചിട്ടും കാലം പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അവിടെ കിടന്ന് അടിക്കടിക്കുന്നൊക്കെ പറയണം. ആ സമയം വർഷ പറഞ്ഞു, എന്താ പറയണേ, അവര് വേറെ ടീമല്ലേ, നമ്മുടെ ടീമുകാർ കളിക്കുമ്പോൾ അല്ലേ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതിരിക്കുക. എന്നാലും സ്തുതി വേണ്ട വേണ്ട എന്നൊക്കെ പറയണ. പിന്നീട് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷ കൈയടിക്കുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, ആഹാ വർഷല്ലേ മുമ്പേ പറഞ്ഞത് അവനവന് ഭർത്താക്കന്മാര് വരുമ്പോൾ കൈയടിക്കലെന്നൊക്കെ, നമ്മൾ വേറെ ടീമാണ്. ഓ ഷോ ഞാനത് അങ്ങോട്ട് മറന്നുപോയെന്ന് പറയണം. പിന്നീട് ശ്രുതി വന്നു. ശ്രുതിക്കും അടിക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവർക്കൊക്കെ ഇനി ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കയ്യിൽ കമ്പ് കൊടുത്തിട്ട് കണ്ണ് കെട്ടി വിട്ട് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പോയി കിടന്ന് അടിക്കണം. ശ്രീകാന്തിനും അവർക്കും ആർക്കും ഒന്നും അടിച്ചു പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. അവസാനം കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനി വരാൻ പോകുന്നേ രേവതിയാന്ന് പറയണ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഇവളോ ഇവൾക്കാണെങ്കിൽ പൊക്കോയിലോ ഒന്നുമില്ല, ഇവൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കണം. ഇവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. പക്ഷെ രേവതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിക്കാൻ ശ്രമിച്ചു, അത് പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എങ്കിൽ അത് അടിച്ചു പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി, ഇവളെ കൊണ്ട് അതിന് സാധിച്ചില്ലോ. പക്ഷേ എങ്കിൽ രേവതി ഒരു കാര്യം ചെയ്തു. രേവതി കഴുത്തിനിട്ട് അടിക്കാൻ പോയതാ. കഴുത്തിനിട്ട് അടിക്കാൻ പോയ നേരെ ചെന്ന് അടി കൊടുക്കുന്ന സുധിയുടെ തലക്കിട്ട. സുധി അയ്യോ എന്ന് പറഞ്ഞ അലറിക്കരയാണ്. പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കൊടുത്തു. പെട്ടെന്ന് ശ്രുതി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ രേവതി എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. രേവതിനെ അവിടെ നിന്ന് മാറ്റി വിടുകയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, 2 കൊടുക്കണ്ടായിരുന്നു രേവതി നീ എന്ന് പറയാണ്. ആ സമയം രേവതിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അറിഞ്ഞത് സുധിയുടെ തലക്കിട്ട കൊണ്ട് അടി കൊടുത്തതെന്നുള്ള കാര്യം. സുധിയാണ് തലയും പുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. രേവതിനെ പിന്നീട് ശ്രുതി അങ്ങോട്ട് ഒന്ന് മാറ്റിക്കൊണ്ട് പോകും. അവിടെയല്ല അടിക്കണ്ടേ, ഇങ്ങോട്ട് ഒന്ന് ഇവിടെ അടിക്കാനും പറഞ്ഞുകൊണ്ട് രേവതിക്ക് അങ്ങനെ അടിക്കാനായിട്ട് സാധിച്ചില്ല. രേവതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പത്തിന് സച്ചി പറഞ്ഞു, ഞാൻ കരുതി 2 കൂടെ നീ കൊടുക്കുന്ന. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ്റെ 2 കൊടുത്ത് എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, പോ സച്ചിയായിട്ട് അവിടെ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലെന്ന് പറയണം. അങ്ങനെ അവസാനം വന്നത് സച്ചിയുടെ ഊഴമാണ്. ഇപ്പൊ ശ്രുതി പറഞ്ഞു, പിന്നെ ഇത്ര ഹൈറ്റുള്ള ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, പിന്നെയാണ് ഇനി ഇവൻ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇതിലൊരു പുച്ഛഭാവമായിരുന്നു. പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് അടിക്കാൻ വന്നു. സച്ചി അടിക്കാൻ വന്നിട്ട് സച്ചി ആ കമ്പ് മേടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം സച്ചിക്ക് അറിയാം കളിയുടെ ട്രിക്കൊക്കെ എങ്ങനെയാന്ന്. അവര് വരുമ്പോഴത്തേനും കമ്പ് പൊക്കിയുമ്പോഴത്തേനും അവരത് കുടം പൊക്കി വിടുമെന്നും അറിയാം. സച്ചി അതിനെ വളരെ വിദഗ്ധമായിട്ട് ആ കുടവടിച്ച് പൊട്ടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി തുള്ളി ചാടിക്കൊണ്ട് ഓടി വന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്.